ചോക്ലേറ്റ് ഡേറ്റ്സ്. ശരിക്കും ഭയങ്കര രുചിയായി കേട്ടോ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാമേ. ഞാൻ ആദ്യം ഒരു ബട്ടർ പേപ്പർ ഒരിടത്തുനിന്ന് ഒട്ടിച്ച് വെച്ച് അതിൻ്റെ 4 കോർണർ സെലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിനാവശ്യമായ ഡേറ്റ്സ് എടുത്തു. നല്ല ക്വാളിറ്റി ഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ മെജോൾ ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. നമ്മൾ ഈ ഡേറ്റ്സിൻ്റെ അകമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ സീഡൊക്കെ മാറ്റിയിട്ട് ഇഷ്ടമുള്ള വേറെ ഡ്രൈ ഫ്രൂട്ട്സുകൾ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പം നേരെ ഓരോരോ പീസ് പലതെടുത്ത് വെച്ചതേ ഉള്ളൂ. ഇതൊക്കെ ക്രഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു ബോൾ പോലൊക്കെ ആക്കി ഉരുട്ടിയാണെങ്കിലും ഇതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ ഇച്ചിരി കാഷ്യൂസ് വെച്ചു, കുറച്ച് ചെറി വെച്ചു. ഞാനിവിടെ വേറെ എടുത്ത് വെച്ചേക്കുന്നത് റൈസൻസ് എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, മറ്റേ സ്ട്രോബെറിയുടെ ഡ്രൈഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പലതുണ്ട്. ഓരോ ഡേറ്റ്സും ഞാൻ ഓരോ കോമ്പിനേഷനിലാണ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്യാം കേട്ടോ. രണ്ട് വെറൈറ്റി ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമെങ്കിൽ അതാണെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്സാണ്. ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചു. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ബൗൾ ഇറക്കി വെച്ചു കേട്ടോ. നമുക്ക് മൈക്രോവേവിലോട്ട് 30 സെക്കൻഡ്സ് വെച്ച് ചൂടാക്കി വേണേലും എടുക്കാം. പക്ഷേ എനിക്ക് എൻ്റെ മൈക്രോവേവിലോട്ട് ഇത് വെക്കുമ്പോഴത്തേക്ക് ചെറിയ സ്പാർക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വയ്ക്കാറില്ല. ഇങ്ങനെ ചെയ്ത് നോക്കി ഇതങ്ങ് മെൽറ്റാവും. ഇതുപോലൊരു ബട്ടർ പേപ്പർ എടുത്തൊരു കോണൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കാം കേട്ടോ. അതെന്തിനാണെന്ന് പിന്നെ കാണാം. ഞാൻ ആ വെള്ളത്തിൽ വെച്ച് ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായി വന്നു. വെള്ളം തണുക്കുമ്പം പിന്നെയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഫില്ല് ചെയ്ത് വെച്ച് ചോക്ലേറ്റ്സ് ഓരോന്നും എടുത്ത് ആ മെൽറ്റഡ് ചോക്ലേറ്റിലോട്ട് ഇട്ട് എടുക്കണം. വാവ്, ശരിക്കും ചോക്ലേറ്റ്സും ഡേറ്റ്സും അതിൻ്റെ അകത്ത് നട്ട്സും അങ്ങനെ ഓരോരോ ഫില്ലിങ് വെച്ച് ഡേറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ കോമ്പിനേഷൻ മിക്കവാറും ഇഷ്ടപ്പെടും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആർക്ക് എന്ത് ഇഷ്ടമാണോ അത് ഫില്ല് ചെയ്തിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. നോക്കെ നല്ല അടിപൊളിയല്ലേ. വെറുതെ അങ്ങനെ ചോക്ലേറ്റ് മാത്രം മുക്കി വയ്ക്കാതെ എന്തെങ്കിലും ഡെക്കറേഷനും കൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സൂപ്പറാണ്. എൻ്റെ കയ്യിലുള്ള ചില കേക്കിൻ്റെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മുകളിലോട്ട് ഇട്ടു. ഓരോന്നും ഞാൻ ഓരോ വെറൈറ്റിയിൽ ചെയ്താൽ കേട്ടോ. ഇപ്പം ഞാൻ പിസ്ത കുറച്ചിരിപ്പുണ്ടായിരുന്നു, അത് കുറച്ചിട്ടു. എല്ലാം രസമാണ് കേട്ടോ. അത് ചെയ്യാൻ നല്ല രസമാണ്. ശരിക്കും നമ്മൾ ഇഫ്താറിന് പോകുമ്പം എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുക്കാൻ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയത് എന്തെങ്കിലും ഒന്ന് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമല്ലേ. ഇതൊരു റമദാൻ സ്പെഷ്യൽ റെസിപ്പിയാണ് നിറങ്കപ്പയുടെ. ഇപ്പം ഞാൻ ചെയ്യുന്ന കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കവറിങ് ചെയ്യുന്ന ഒരു ഫോണ്ടൻ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നോസിലിൻ്റെ അകത്തോട്ടിട്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലവർ എടുത്ത് എൻ്റെ നടുക്കൊരു ബീഡൊക്കെ വെച്ച് അതിൻ്റെ തന്നെ ചോക്ലേറ്റ് പുറത്തോട്ട് വയ്ക്കുകയാണേ. എല്ലാ ഡേറ്റ്സും ഞാൻ ചോക്ലേറ്റ്സിലൊക്കെ മുക്കിയെടുത്തു. വൈറ്റ് ചോക്ലേറ്റ് മാത്രം ഇച്ചിരി മെൽറ്റ് ആവാൻ വേണ്ടി വെച്ച് അവിടെ വെച്ചിട്ട് പോയത്. അത് ഇച്ചിരി ഹാർഡായിപ്പോയി. അപ്പോൾ ഞാൻ നിർത്തും. അത് ഇച്ചിരി ബോളാക്കി ഡേറ്റ്സിൻ്റെ അകത്തോട്ട് വെച്ച് കേട്ടോ. അതിങ്ങനെ അത് കണ്ടോ രസമുണ്ട്. ഇനി അതിൻ്റെ മുകളിലൊന്ന് നമുക്ക് ആ കോൺ വെച്ചിട്ടൊന്ന് ചോക്ലേറ്റ്സ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് ഇച്ചിരി മെൽറ്റ് ചെയ്തത് ബാക്കിയുണ്ടായിരുന്നേ. അത് ഞാൻ ആ ബട്ടർ പേപ്പർ വെച്ച് കോൺ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ അകത്തോട്ടിടും. എന്നിട്ട് അടിയിലൊരു ചെറിയ കട്ട് കൊടുത്താൽ മതി. ചെറുത് തിന്നായിട്ട് വേണം അത് പുറത്തോട്ടിങ്ങനെ വരാനേ കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സിക്സാക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് മണിക്കൂറുകൾ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് നല്ലപോലെ തണുത്ത് വരും കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തണുത്തൊക്കെ വരണമെങ്കിൽ കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഞാനൊരു രാത്രി ഒന്ന് പുറത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നമ്മൾ അടച്ച് പാക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇതുപോലൊരു ബോക്സ് എടുക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഷേപ്പിലുള്ള കപ്പ് കേക്കിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തത്. അപ്പം കാണാൻ ഒന്നുകൂടി ഭംഗി. ഇതിൻ്റെ അകത്ത് ഓരോന്നിലും നമുക്ക് ഈ ഡേറ്റ്സ് എടുത്തിട്ട് വയ്ക്കാം കേട്ടോ. ശരിക്കും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഒത്തിരി നല്ല സാധനമാണ്. നമുക്കൊരു ഫുഡ് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
എനിക്ക് ബോക്സ് ഇച്ചിരി ദൂരയാത്ര കൊണ്ടുപോകാനുള്ള, അതുകൊണ്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ബോക്സ് അടച്ചിട്ട് വേണമെങ്കിൽ ആ ചുറ്റിനും ഒരു സാറ്റിൻ റിബണും കൂടെ കെട്ടാം കേട്ടോ, അതൊരു ഭംഗിയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.